കിട്ടിയ ബോധ്യം ഇതായിരുന്നു. അപ്പനും മകനും, അപ്പനാണെങ്കിൽ അപ്പന് മകനാണെങ്കിൽ ആ ബന്ധത്തിൽ അത്രയും ആത്മാർത്ഥതയും സ്നേഹവും ഉണ്ടെങ്കിൽ മകൻ എന്ത് തെറ്റ് ചെയ്താലും ആ അപ്പൻ മകനെ കൊല്ലുകയല്ല, പകരം എല്ലാം നൽകി, ജീവൻ തന്നെ നൽകി ആ മകനെ രക്ഷിക്കുകയാണ്. അപ്പോൾ പിതാവ് നമ്മുടെ അപ്പനാണ്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ആ ഒരു ബോധ്യം നമുക്കുള്ള സമയത്ത് എന്ത് തെറ്റുണ്ടെങ്കിലും ആ അപ്പനോടുള്ള സ്നേഹത്തെ പ്രതി നമ്മൾ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കും. അപ്പം അപ്പൻ ക്ഷമിക്കുന്നു ഓർത്തിട്ട് നമ്മൾ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യാറുണ്ടോ? ഇല്ല. അപ്പന് നമ്മളോടുള്ള ആ സ്നേഹത്തെ പ്രതി, കടപ്പാടിനെ പ്രതി നമ്മളൊരിക്കലും ആ തെറ്റ് ആവർത്തിക്കില്ല. 2, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെപ്പോഴും പറയാറുണ്ട്, ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥ ആമീൻ. ബ്രദർ പറഞ്ഞ ഒരു ടോക്കിലൂടെ എനിക്ക് കിട്ടിയത്, മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി 3-ാം നാൾ ഉയർത്തു. പാതാളത്തിൽ ഈശോ ഇറങ്ങി എന്തിന്? ആദത്തെയും ഹവയെയും അതുവരെ ഉണ്ടായിരുന്ന പലരെയും സ്വർഗത്തിലേക്ക്, പർദീസയിലേക്ക് കൊണ്ടുപോകാൻ. മനസ്സിലായ ഒരു കാര്യം ഇതാണ്, മരണത്തിൻ്റെ അധികാരം പിശാചിൻ്റെ കയ്യിലായിരുന്നു. തമ്പുരാനാണ് അവിടെ നിന്ന് ആ അധികാരം പിടിച്ചു വാങ്ങി. ഇപ്പം മരണത്തിൻ്റെ ജീവൻ്റെയും നാഥനാരാ? ഈശോ ആണ്. അപ്പോൾ അതിനു മുമ്പ് പിശാചായിരുന്നു മരണത്തിൻ്റെ അധികാരം എന്നുള്ള രൂപത്തിൽ ഒരു അഭിപ്രായം കിട്ടി. അതിലുപരി പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമുക്കറിയാം, പരിശുദ്ധാത്മാവിന് പ്രതീകങ്ങളുണ്ട്. തീയാണ്, കാറ്റാണ്, പ്രാവാണ്, ആ രൂപത്തിലൊക്കെ ജലമാണെന്നൊക്കെ. അപ്പോൾ അതിൽ നമുക്ക് ജെൻഡർ അറിയില്ലായിരുന്നു. ജെൻഡറിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നാൽ മെയിൽ ഓർ ഫീമെയിൽ, മാതാവ് ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് മാതാവ് പറഞ്ഞ സമയത്ത് മാലാഖ പറഞ്ഞത് ഇതല്ലേ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. അപ്പോൾ പലപ്പോഴും ഈശോ പറഞ്ഞിരിക്കുന്നത് അവൻ എന്നാണ്. അതിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് നമുക്കറിയാം, അതിലൊരു പുരുഷൻ എന്നുള്ള രൂപത്തിൽ നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ആ ഒരു ബോധ്യവും എനിക്ക് തമ്പുരാൻ തന്നു. പ്രൈസ് ദി ലോർഡ്.